അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ ഞങ്ങൾ 4 പേരും കൂടെ എങ്ങോട്ട് പോകാമെന്നല്ലേ? ഞങ്ങൾ ലണ്ടനിൽ നിന്ന് നേരെ ജർമ്മനിക്ക് ബൈ റോഡ് വണ്ടിയിൽ പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഞങ്ങൾ വണ്ടി എടുത്തു. കാരണം ഡോവറിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫെറി. അപ്പം ഫെറി ബുക്ക് ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് 10 മണിക്കാണ്. എങ്കിലും കുറച്ച് നേരത്തെ പോയേക്കാന്ന് ഓർത്തു. എങ്ങാനും ട്രാഫിക് ബ്ലോക്കൊക്കെ കിട്ടി വഴി പെട്ടുപോയെങ്കിലോ എന്നോർത്ത് 5 മണിയായപ്പോഴേ ഞങ്ങൾ 4 പേരും ഇറങ്ങി. ഇതിനു മുമ്പ് യൂറോപ്പിൽ ഫ്ലൈറ്റിൽ പോയ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബൈ റോഡ് ലണ്ടനിൽ നിന്നും യൂറോപ്പിലേക്ക് പോണേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുമാത്രമല്ല അതിൻ്റേതായ കുറച്ച് ടെൻഷനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ ലണ്ടൻ യൂറോപ്പ് റോഡ് ട്രിപ്പ് ആയിരിക്കും. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഡോവറിലെത്തി. ഡോവറിൽ നേരെ നമ്മുടെ ഫെറിയുടെ ആ ഒരു പോയിന്റിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം രാവിലെ തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫെറി മാത്രമല്ല, പല കമ്പനികളുടെ ലക്ഷറി ക്രൂയിസുകളും അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഡോവറിലേക്ക് വണ്ടിക്ക് പോകുന്നതുകൊണ്ട് എവിടെയാണ് ചെക്കിംഗ് പോയിന്റ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ചെറിയ തപ്പലുണ്ടായിരുന്നു. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നു. അപ്പം നമ്മൾ പോകുന്ന വഴി അവിടെ ചെല്ലുമ്പോൾ തന്നെ കാറിൻ്റെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് നോക്കി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ മതി. അപ്പം നമ്മൾ സൈൻ ബോർഡ് നോക്കി ഓടിച്ച് ചെന്ന് കഴിയുമ്പം ഫസ്റ്റ് ഒരു ഇമിഗ്രേഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ബോർഡിംഗ് പാസും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവർ ചെക്ക് ചെയ്യും. അതെല്ലാം ചെക്ക് ചെയ്ത് വിസയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ അകത്തോട്ട് കയറ്റി വിടും. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം കാറ് പോകേണ്ട ആ ഒരു റോഡിന് അവർ കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. നേരെ ആ കാറിൻ്റെ ഫോട്ടോ ഉള്ള നോക്കി നമ്മൾ അങ്ങോട്ട് ഓടിച്ചു പോയാൽ മതി. ഈ പാസ്പോർട്ട് ചെക്കിങ്ങിൻ്റെ സമയത്തോ കാര്യങ്ങൾക്കോ ഒന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. വണ്ടിയിൽ തന്നെ ഇരുന്നാണ് നമ്മുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അടുത്തൊരു ഗേറ്റ് DFDS എന്ന് പറയുന്ന ആ ഒരു ഫെറിയിലാണ് നമ്മൾ പോണേ. അപ്പോൾ അതിൻ്റെ ഒരു ചെക്കിംഗ് ഗേറ്റാണ്. അവിടെ ചെന്നപ്പോഴാണ് അവരൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത്, അപ്പം 1 മണിക്കൂർ മുന്നേ പുറപ്പെടുന്ന ഒരു ഫെറിയുണ്ട്, അത് കയറി പോകുന്നു. പിന്നെ ഇടം വല്ലം നോക്കിയില്ല, നേരെ നമ്മൾ അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് ഏകദേശം 9:15 തന്നെ ഫെറി കിട്ടി. ആ ഫെറിയിലേക്കുള്ള എൻട്രൻസിനുള്ള ആ ഒരു ഏരിയ ആണ്. അപ്പം നമുക്ക് 42 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 42ൻ്റെ ലൈനാണ് ഈ കാണുന്നത്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെറി ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കയറാനും ഫസ്റ്റ് ഇറങ്ങാനും ഉള്ള ഒരു ഫെസിലിറ്റി എക്സ്ട്രാ 10 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അത് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ലൈനാണ്. പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. നമ്മുടെ വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് UK എന്നുള്ളൊരു സ്റ്റിക്കർ വണ്ടിയുടെ പുറകിൽ ഒട്ടിക്കണമെന്ന്. അത് നമ്മുടെ നിഖിൽ ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ആ ഒരു ഫെറിയിലേക്ക് കയറാൻ കിടക്കുന്ന ക്യൂ ആണ്. ഈ കാണുന്ന വണ്ടികൾ മൊത്തം ആ ഫെറിയിലേക്ക് കയറാൻ വേണ്ടി തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ പ്രയോറിറ്റി അനുസരിച്ചാണ് ഓരോരുത്തരെ ലൈനായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വണ്ടി ആദ്യം ഇറക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ലൈനാണ്. അങ്ങനെ നമ്മുടെ ഫെറിയിലേക്കുള്ള എൻട്രൻസിൻ്റെ സമയമായി. ഒരു ചെറിയ ബ്രിഡ്ജാണ്, അത് നേരെ ഓടിച്ച് കയറി കഴിയുമ്പോൾ നമ്മൾ നേരെ ഫെറിയിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ എൻ്റർ ആയിരിക്കുകയാണ്. അപ്പം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മുടെ വണ്ടിയിൽ നമുക്കുള്ള ടിക്കറ്റ് നോക്കിയിട്ട് ഏത് സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഗൈഡൻസ് ഒക്കെ തരും. അപ്പം നമ്മുടെ വണ്ടി നേരെ മുകളിലോട്ടാണ് വിട്ടത്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. ഈ ഒരു ലൈനിൽ പോണ വണ്ടികളെല്ലാം ആദ്യം തന്നെ ഇറങ്ങാൻ വേണ്ടി എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വണ്ടികൾ മൊത്തമാണ് ഈ ഒരു ലൈനിൽ കിടക്കുന്നത്. അപ്പം ഫെറി നിർത്തി കഴിയുമ്പം നമ്മുടെ വണ്ടികളായിരിക്കും, ഈ ഒരു ക്യൂവിൽ കിടക്കുന്ന വണ്ടികളായിരിക്കും ആദ്യം ഇറങ്ങുന്നത്. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ആവശ്യക്കാർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫെറിക്കകത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ വണ്ടിയിട്ട ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഫെറിയുടെ മുകളിലോട്ട് കയറി പോകാം. നമ്മൾ ഡെക്ക് 6ലേക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഡെക്ക് 5ലാണ്. നേരെ ഡെക്ക് 6 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലോഞ്ചുണ്ട്. അതുപോലെ തന്നെ ഡെക്ക് 7ലും ഒക്കെ ലോഞ്ചുണ്ട്. നമുക്ക് ഏത് ലോഞ്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ലോഞ്ചിന് തന്നെ പല ഫെസിലിറ്റീസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ലോഞ്ചും ഒക്കെ ആയിട്ട് വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾ പിന്നെ അതിനോട്ടൊന്നും നിന്നില്ല, നോർമലായിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. വന്ന വഴിക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതായതുകൊണ്ട് ഇടം വല്ലം നോക്കിയില്ല, നേരെ വന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് അവർ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാൾക്ക് 7 ഐറ്റംസ് നമുക്ക് ചൂസ് ചെയ്ത് ഇതിന് എടുക്കാം. അപ്പം നമുക്ക് വേണ്ട 7 ഐറ്റംസ് ഓരോരുത്തരും തൊട്ട് കാണിച്ച് അവനവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കളക്ഷനൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ കോഫി എടുക്കാൻ വേണ്ടിയാണ്. കോഫിയുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഗ്ലാസ്സിനാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്ലാസ്സിനുള്ള പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കോഫി ആ കോഫി മെഷീനിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് പേ ചെയ്യേണ്ട, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനിൽ ചെന്ന് പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ടേബിൾ ചൂസ് ചെയ്തു. ഇഷ്ടംപോലെ ടേബിളുകളൊക്കെ അവിടെയുണ്ട്. നമുക്ക് ആവശ്യമുള്ള ടേബിളിൽ പോയിട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും നല്ല വിശപ്പായിരുന്നുകൊണ്ട് ആരും ഒരു മയവും കാണിച്ചില്ല. ആവശ്യത്തിന് എല്ലാവരും കഴിച്ചു.
പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആ ഫെറിക്കകത്ത് ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടാലോ എന്ന് അങ്ങനെ നടന്ന വഴിക്കാണ് ഫെറിയുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടത്. അപ്പം അതിനകത്തൊന്ന് കയറി കഴിഞ്ഞപ്പോൾ സംഭവം ഞെട്ടിച്ചു കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വില വ്യത്യാസമുണ്ട്. UK പ്രൈസ് നല്ല ഡിസ്കൗണ്ടിലാണ് ഇവിടെ സാധനം തരുന്നത്. അത് എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോക്ലേറ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ആൽക്കഹോൾ ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും നല്ല വില വ്യത്യാസമുണ്ട് ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. എന്നാ പറയുന്നത്, ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാ പറയുന്നത്, നമ്മുടെ സ്പിരിറ്റിനും കുപ്പിക്കും ഒക്കെ എന്നാ പറയുന്നത് UK ഒരു ഫുള്ളിൻ്റെ പൈസയ്ക്ക് ഇവിടെ ഒരു ലിറ്റർ കിട്ടും. അത്രയും പോലും ആകുന്നില്ല. ആ പൈസയ്ക്കെല്ലാം 10 പൗണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ ഒരു 1000-1100 രൂപയ്ക്കാണ് ഇവിടെ ഓരോ ലിറ്ററുകൾ കുപ്പികൾ കിട്ടുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഓഫറാണ്. പക്ഷേ വലിച്ചു വാരി മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവിടുന്ന് നമുക്ക് എന്നാ പറയുന്നത് കൊണ്ടുപോകുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരാൾക്ക് എനിക്ക് തോന്നുന്ന 2 കുപ്പിയോ അങ്ങനെ എന്തോ ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും മേടിക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. അതുകൂടാതെ കുറച്ച് ചോക്ലേറ്റും പിന്നെ പെർഫ്യൂമും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ മേടിച്ചു. എന്താണ് ഇവിടെ ഇത്ര വിലക്കുറവ് എന്നെനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അത് ടാക്സിൻ്റെ വ്യത്യാസമാണോ എന്താണ് കാര്യങ്ങളെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരാൾക്ക് മേടിക്കാൻ അത്രയും സാധനങ്ങൾ എല്ലാവരും തന്നെ മേടിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ എന്നാ പറയുന്നത് ഫെറിയുടെ ലോഞ്ചിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ലോഞ്ചൊക്കെ അവിടെയുണ്ട്. നമുക്ക് ഈ ഡെക്കിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ഏരിയ. അവിടെ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്നാ പറയുന്നത് അത്യാവശ്യം വെയിലുള്ളൊരു ദിവസമായതുകൊണ്ട് തണുപ്പ് കുറവായിരുന്നു. പിന്നെ ഈ കാണുന്നുണ്ടോ DFDS, ഇതാണ് ഞങ്ങളുടെ ഫെറിയുടെ പേര്. ഈ ഫെറിയിലാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ യാത്രയാണ് ലണ്ടൻ ഡോവർ ഫെറിയിൽ നിന്ന് നമ്മൾ ഫ്രാൻസിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ഈ 1.5 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ഇരുന്നാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഏകദേശം ഒരു 3/4 മണിക്കൂർ ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ നമ്മൾ എന്നാ പറയുന്നത് ഇതിനകത്തുള്ള റോന്ത് ചുറ്റിലായി. ഇപ്പോൾ ഈ കാണുന്നുണ്ടോ നമ്മൾ ഫ്രാൻസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ കരയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ ലോഞ്ചിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിപ്പുണ്ട്. എന്തായാലും നമ്മൾ അടുക്കാറായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളവിടെ എത്തും. നമ്മളവിടെ കരയൊക്കെ കണ്ടു തുടങ്ങി. ആ സമയത്ത് നമുക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ ആയി എല്ലാവരും താഴേക്ക് വന്ന് വണ്ടിയെ കയറിക്കോളാൻ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് ചെന്നു. വണ്ടിയെ ചെന്നപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും ലേറ്റ് ഞങ്ങളാണെന്ന് തോന്നുന്നു. എല്ലാവരും തന്നെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് മറ്റുള്ള ആൾക്കാർ വണ്ടിക്കകത്ത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. അങ്ങനെ ആദ്യം ഇറങ്ങേണ്ട ലൈൻ ഞങ്ങളുടെ വണ്ടിയുടെ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വണ്ടി കയറ്റി ഞങ്ങൾ ഫ്രാൻസിലെത്തിയിരിക്കുകയാണ്. ഫ്രാൻസിലേക്കാണ് ഇപ്പം നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. എസ്പെഷ്യലി നമ്മൾ റൈറ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ആ വണ്ടി നമ്മളിനി ലെഫ്റ്റിൽ ഓടിക്കുക എന്നുള്ള ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാതിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ വണ്ടിയായിട്ട് പുറത്തോട്ടിറങ്ങി. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോണ വണ്ടി അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി എന്നാണ് ഇതിനു മുമ്പ് പോയിട്ടുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എട്ടം വലം നോക്കാതെ നേരെ ഫ്രണ്ടിൽ പോയ വണ്ടിയുടെ പുറകെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. പക്ഷേ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. കാരണം ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി അവിടെ എന്നാ പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർക്കുന്നതിന് വരെ റൈറ്റ് സൈഡ് ചേർത്ത് ഓടിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രാൻസിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ആദ്യം കുറച്ച് നേരം നമുക്ക് റൈറ്റ് ട്രാക്ക് സെപ്പറേഷൻ തന്നെ ആയിട്ടാണ്, അതായത് നടുക്കൂടെ ഒരു ഡിവൈഡറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അപ്പുറത്തോട്ട് മാറി പോകത്തില്ല. പിന്നെ നമ്മൾ എന്നാ പറയുന്നത് ഫ്രാൻസിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം പോലെ നമ്മുടെ എന്നാ പറയുന്നത് ടോൾ പിരിവ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ടോൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്നാ പറയുന്നത് എക്സിറ്റ് ആകുന്നിടത്ത് ടോൾ അടയ്ക്കുക, അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ഫ്രാൻസിൽ കൂടെ ഓടിച്ച് നേരെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാരീസാണ്. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പാരീസിലേക്ക് എത്തിയിരിക്കുന്നത്. വൈകുന്നേരം ഏകദേശം ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാരീസിലെത്തി. അവിടെ ഏഷ്യൻ ഷോപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കട കണ്ട് നേരെ അങ്ങോട്ട് കയറി. അതൊരു ചൈനീസുകാരുടെ കടയായിരുന്നു. അവർക്കാണ് ചൈനീസും ഫ്രഞ്ചും മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഞങ്ങൾക്ക് ഈ ഭാഷയാണെ അറിയത്തുമില്ല. എന്തായാലും ഞങ്ങളുടെ വിജിത്ത് ആംഗ്യ ഭാഷയെക്കൂടെയൊക്കെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഞങ്ങൾക്ക് തന്നു. അവിടെ സാധനങ്ങളൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം തൂക്കത്തിനാണ് പൈസ. ഇടം വല്ലം നോക്കിയില്ല, വയറ് നിറയുന്നവരെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് തന്നു. അത് വിജിത്ത് എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് ഒപ്പിച്ച് തന്നു. അതിനുശേഷം വണ്ടി എടുത്ത് ഞങ്ങൾ എന്നാ പറയുന്നത് പാരീസ് ടൗണിൽ കൂടെ ഒരു റൗണ്ട് വെക്കാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ പാരീസ് ടൗണിൻ്റെ ഇടനാഴിയിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ എന്നാ പറയുന്നത് 4 ബുദ്ധിമുട്ട് ആർക്കും തന്നെ ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി റൈറ്റ് ഹാൻഡ് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കാം ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും തന്നെ ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ തപ്പിത്തേടി നടന്ന സാധനം അങ്ങ് നമുക്ക് കാണാറായിട്ടുണ്ട്. ഈഫിൽ ടവറാണ് ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി പാരീസിലേക്ക് വന്നത്. പാരീസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ ഒരു ടവർ കാണുകയും അതിൻ്റെ ഒരു പിക്ചർ ഇടുകയും എന്നുള്ളത് ഒരു ആചാരമായി മാറിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഈഫിൽ ടവറിൻ്റെ പരിസരത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. പിന്നെ നേരെ നടന്ന് അതിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈഫിൽ ടവർ നമുക്ക് അടുത്ത് നിന്ന് കാണുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട.
അപ്പം ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ലിഫ്റ്റിൽ പോകുന്നതിനുമാണ് നമുക്ക് ടിക്കറ്റ് വേണ്ടത്. പക്ഷേ ഞങ്ങളുടെ നല്ല സമയമായതുകൊണ്ട് ഇന്ന് അതിൻ്റെ മുകളിലോട്ടുള്ള ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മനസ്സ് മടിച്ച് നേരെ നമ്മളെടുത്തിരിക്കുന്ന അക്കോമഡേഷനിലേക്ക് പോകുന്നു. കാരണം വൈകിട്ട് അതിൻ്റെ ലൈറ്റ് കാണുന്ന സൂപ്പറെന്ന് ടോണി പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ നേരെ അക്കോമഡേഷനിലേക്ക് പോകുന്നു. ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. നമുക്ക് ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ ഒരു ബെഡ്റൂമും ഹാളിലൊരു സോഫ ബെഡും ഉണ്ട്. ആ സോഫ ബെഡ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ബെഡാവും. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും കിടക്കാനുള്ള ഒരു നൈറ്റിനുള്ള ഫെസിലിറ്റീസൊക്കെ അത്യാവശ്യം ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നേരെ ഞങ്ങൾ ഫ്രഷപ്പ് ആയതിനു ശേഷം വൈകിട്ട് നമുക്ക് എന്നാ പറയുന്നത് ഈഫിൽ ടവറിൻ്റെ ലൈറ്റ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നാണ് ടോണി പറയുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും റൂമിൽ വന്നു ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം പതുക്കെ വീണ്ടും വൈകിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും ഞങ്ങൾക്കെടുത്ത ആ ഒരു ഫ്ലാറ്റ് അത്യാവശ്യം ഡീസൻ്റ് ഒരു ഫ്ലാറ്റായിരുന്നു, നല്ലൊരു ഏരിയ ആയിരുന്നു. എനിവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രഷപ്പ് ആയതിനു ശേഷം നേരെ വൈകിട്ട് ഈഫിൽ ടവറിന് അങ്ങോട്ട് വീണ്ടും പോയി വണ്ടിയായിട്ട്. അപ്പം വണ്ടി അതിൻ്റെ ചോട്ടിലൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ രാത്രി 12 മണിയോട് അടുപ്പിച്ചാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്തുള്ള തിരക്കും കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 11:45 ഈ സമയത്ത് ഓൾറെഡി ഇതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആൾക്കാർ എത്ര പേരാണ് ഇതിൻ്റെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ളത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലാകുന്നത്. പിന്നെ വൈകുന്നേരം ലൈറ്റ് ഇല്ലാതെ കണ്ടതിനേക്കാളും എന്നാ പറയുന്നത് 100 ഇരട്ടി ലുക്കാണ് വൈകിട്ട് ഈ ലൈറ്റിൽ കാണാൻ വേണ്ടി. എന്തായാലും ഈ ഒരു ലൈറ്റ് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ ചോട്ടിലും പല സ്ഥലങ്ങളിലും ദൂരങ്ങളിലും അപ്പുറത്തുള്ള ബ്രിഡ്ജിലും വന്ന വഴിക്ക് പല വീടിൻ്റെ ബാൽക്കണിയിലായിട്ടും ഫ്ലാറ്റുകളുടെ ബാൽക്കണിയിലും ഹോട്ടലിൻ്റെ ബാൽക്കണിയിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരുടെ എക്സൈറ്റ്മെൻറ്റ് ഇതിൻ്റെ ആ ഒരു ഫ്ലാഷിങ് ലൈറ്റ് കാണാൻ വേണ്ടിയാണ്. പിന്നെ ഞങ്ങളും അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. രാത്രിയാകുമ്പോൾ ഇത് എന്തായാലും ഫ്ലാഷ് ചെയ്യുമല്ലോ. അങ്ങനെ 12 മണിയായി. സംഭവം എന്തേ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷിങ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാണാൻ വേണ്ടിയാണ് ഈ കണ്ട ആളുകൾ മൊത്തം വന്നിരിക്കുന്നത്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് നേരിട്ടൊന്ന് കാണാൻ വേണ്ടി ഈ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പോൾ 12 മണിക്ക് ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഈഫിൽ ടവറിൽ യെല്ലോ കളറിലെ ലൈറ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് വൈറ്റ് കളറിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റാണ് കൃത്യം 12 മണിക്ക് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു 3 to 5 മിനിറ്റ് വരെ ഫ്ലാഷ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് അവിടെ ആൾക്കാർ കൂവലും ബഹളവും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഡാൻസും പരിപാടിയൊക്കെ ആയതുകൊണ്ട് എത്ര മിനിറ്റ് ഇതുണ്ടായിരുന്നെന്ന് കൃത്യമായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സമയം. എന്തായാലും ടോണിക്ക് ഒരുപാട് നന്ദി, നമ്മളെ ഈ ഉറക്കാതെ ഈ ഒരു സമയത്ത് ഇവിടെ കൊണ്ടുവന്നതിന്. എന്നാൽ പിന്നെ 1 മണിയുടെ ഫ്ലാഷിങ് കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 12 മണിയുടെ ഫ്ലാഷിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിലെ തേരാപ്പാര നടന്നു. ആ പോകുന്ന വഴിക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇങ്ങനെ മോണുമെൻറ്റ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ഈഫിൽ ടവറിൻ്റെ ചെറിയ ഓരോ മോണുമെൻറ്റ്സ് എല്ലാവരും കരസ്ഥമാക്കി. എന്തായാലും രാത്രി 1 മണി വരെ ഈ ഒരു ലൈറ്റ് യെല്ലോ ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കുവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളത് നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പക്ഷേ പകൽ ഇതിൻ്റെ ചോട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ് ഇതിന് മാത്രമുള്ളൊരു എടുപ്പ് എന്ന് തോന്നുന്നതിൽ വലിയ അതിശോക്തി പറയാനില്ല. പക്ഷേ രാത്രി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ലുക്കാണ് ഇത് കാണാൻ വേണ്ടി. എന്തായാലും 1 മണിയുടെ ഫ്ലാഷിംഗ് ലൈറ്റ് കാണാൻ വേണ്ടി ടോണി പറഞ്ഞു നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകുന്നു. നമ്മളിപ്പോൾ കണ്ട ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബ്രിഡ്ജുണ്ട്. അതിൻ്റെ മേളിൽ നിന്ന് ടോപ്പിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയ വഴിക്ക് ഇതേ നമ്മുടെ ദോശയൊക്കെ ഒരു കടയിൽ കൊടുക്കുന്നുണ്ട്. ദോശ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ദോശ, നമ്മുടെ പഴമൊക്കെ വെച്ചിട്ടുള്ളൊരു ദോശ. സംഭവം ഒരു ഇന്ത്യക്കാരനാണ് മച്ചാൻ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടംവലം നോക്കിയില്ല, വിശപ്പ് എന്നുള്ളത് നമ്മുടെ കൂടപ്പുറപ്പായതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ദോശയൊക്കെ ഞങ്ങൾ എല്ലാവരും തന്നെ ഓരോന്ന് മേടിച്ചു. അതും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. എന്തായാലും ഒരു 15 മിനിറ്റോളം നടപ്പുണ്ട് ഈഫിൽ ടവറിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട്. ഈ രാത്രി 12:30 സമയത്തും ഈ ഒരു പാരീസ് ടൗൺ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര തിരക്കാണ് ടൗണിൽ. എവിടെ ചെന്നാലും പാട്ടും ബഹളവും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഒരു പ്രത്യേക വൈവാണ് കേട്ടോ നമുക്ക് ഈ ഒരു രാത്രിയിൽ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലെ ബ്രിഡ്ജിൽ വന്നപ്പോഴാണ് അവിടെ അതിലും വലിയ തിരക്കും ബഹളമൊക്കെ. അവിടെ ഒരു മച്ചാനാണ് പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ പാട്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു 1 മണിക്ക് ഇത് ഫ്ലാഷ് ചെയ്യുന്ന കാണാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ടിനൊത്ത് എന്നാ പറയുന്നത് ആൾക്കാർ ഒത്തിരി പേര് സ്റ്റെപ്പ് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റേജ് പോലൊരു പ്ലാറ്റ്ഫോമും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡ് നടന്നതിൽ നഷ്ടം തോന്നിയില്ല. അതുമാത്രമല്ല നമ്മൾ ആ ചോട്ടിൽ നിന്ന് കണ്ടതിനേക്കാളും ഒരു വെറൈറ്റി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നതിന്. പിന്നെ രാത്രിയിൽ ഇപ്പം ഒരു 12:30 സമയമാണ്. ഈ ഇരുട്ടത്ത് ക്യാമറയിൽ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും 1 മണി ആകാൻ വേണ്ടി അതിൻ്റെ ചോട്ടി വന്ന് നിൽക്കുവാണ്. അതുകൂടാതെ അവിടെ ഇഷ്ടംപോലെ പോലീസുകാരും ഉണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന്. നമുക്ക് എന്നാ പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് പ്രൊട്ടക്ഷനായിട്ടും ഒക്കെ ആയിട്ട് അവിടെ അലമ്പൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒത്തിരി സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ 1 മണിയായി. 1 മണിയുടെ ഫ്ലാഷിംഗ് ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്.
1 മണിയുടെ ഫ്ലാഷിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അകത്തെ എന്നാ പറയുന്നത് മഞ്ഞ ലൈറ്റ് അവർ കംപ്ലീറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തു. വൈറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ 1 മണിക്ക് ഫ്ലാഷ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു വൈറ്റ് ലൈറ്റ് 5 മിനിറ്റ് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ടവർ കംപ്ലീറ്റ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യുവാണ്. പക്ഷേ അവിടുത്തെ തിരക്കും ബഹളവും കാര്യങ്ങളും ഒന്നും കഴിയുന്നില്ല. ആൾക്കാർ സെലിബ്രേഷൻ വന്നതാണ്, അവിടെ പൊരിഞ്ഞ സെലിബ്രേഷനാണ്. എന്തായാലും ഞങ്ങൾക്ക് അവിടെ വെച്ച് കുറേ ആൾക്കാരെ കമ്പനിയായിട്ട് കിട്ടിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ഒത്തിരി പേര് അവരുടെ എന്നാ പറയുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്നാ പറയുന്നത് അവരുടെ പ്രണയം സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു കപ്പിൾസും ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ആ മച്ചാനാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ തന്നെ എടുത്തു തന്ന്. അപ്പോൾ പുള്ളിക്ക് പകരമായിട്ട് പുള്ളിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളും എടുത്തു കൊടുക്കേണ്ടി വന്നു. എന്തായാലും പാരീസിൽ ഒരു നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട സംഭവമാണ്. അവിടുത്തെ ലൈറ്റും പരിപാടിയൊക്കെ നിന്നെന്ന് പറഞ്ഞാലും ആൾക്കാർ അവിടുന്ന് പോയിട്ടില്ല. ആൾക്കാർ സെലിബ്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഇതിനടുത്തുള്ള പബ്ബുകളിലൊക്കെ ഭയങ്കര മ്യൂസിക്കും DJയും പരിപാടികളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയ ടൗണിൽ ഈ ഒരു സമയത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതായത് വിവിധ ലാംഗ്വേജ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ വിവിധ കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. അവർക്കിടയിലാണ് ഞങ്ങൾ ഈ 4 പേര് നിൽക്കുന്നത്. എന്തായാലും മറക്കാനാവാത്ത ഒരു നൈറ്റായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പതുക്കെ പോയത്. എന്തായാലും പാരീസ് ഇനിയും വരുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ ഒരു വരവ് കൊണ്ട് എന്തായാലും നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇനി ഒരു വരവും കൂടി വരേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളെല്ലാവരും തന്നെ തീരുമാനിച്ചു. പിന്നെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഈ കപ്പിൾസ് ആണെങ്കിൽ പോകാറായപ്പോഴത്തേക്കും നമുക്ക് ഓരോ ഗിഫ്റ്റൊക്കെ തന്നാണ് വിട്ടത്. അവരുടെ കയ്യിലിരുന്ന കീ ചെയിനൊക്കെ അവരുടെ മെമ്മറീസിനായിട്ട് കീപ്പ് ചെയ്തോളാൻ പറഞ്ഞ് അവർ തന്നാണ് വിട്ടത്. എന്തായാലും ഒരു അടിപൊളി നൈറ്റായിരുന്നു. എന്തായാലും ഒരു വരവും കൂടെ ഞങ്ങളിവിടെ വരേണ്ടി വരും എന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ ഉറപ്പിച്ചു. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അപ്പം അടുത്ത എന്നാണ് പാരീസിന് വരുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ ആലോചന. ഇവിടുന്ന് നേരെ ഞങ്ങൾ വണ്ടി എടുത്ത് റൂമിൽ പോയി കിടന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ബൈ.